റമീസ് നമ്മളോടൊപ്പം അവിടെ നിന്ന് തത്സമയം ചേരുകയാണ് ചൂരൽമലയിൽ നിന്ന്. ഇന്ന് 7 മണിയോടുകൂടിയാണ് തെരച്ചിൽ ആരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ രാവിലെ ഇപ്പോൾ അവിടെ തെരച്ചിലിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കണം. കാലാവസ്ഥ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയേണ്ടതുണ്ട്. രമേശ് ചേരുന്നുണ്ട്. രമേശ്, ഇന്ന് 7 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ദുരന്തം നടന്ന ഭൂമി കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ച് സമഗ്രവും വ്യാപകവുമായ തെരച്ചിലിലേക്കാണ് 6ാം ദിനവും നമ്മൾ കടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ, ഐബോർഡ്, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ, ഡ്രോൺ സർവേ അടക്കം ഇന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, അതുതന്നെയാണ് ഈ ദുരന്തബാധിത മേഖലയിലെ 6ാം ദിനം കൃത്യമായി കുറച്ചുകൂടി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്ന് പരിശോധന നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്തബാധിത സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ആർമി K9 ഡോഗ് സ്ക്വാഡ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ടീം, ദേശീയ ദുരന്ത നേവൽ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ 11 സേനാ വിഭാഗങ്ങളിലെ 1264 പേരാണ് 6 മേഖലകളായി തിരിഞ്ഞ് ഇന്നും പരിശോധന നടക്കുക. 7 മണിക്ക് ശേഷമാണ് ഇവിടെ ഒരു പരിശോധന നടക്കുക. എന്തായാലും അതിനുശേഷമേ ഈ ബെയിലി പാലം കടന്ന് ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയുള്ളൂ. എന്തായാലും അതിനു മുൻപേ തന്നെ ഇവിടെ പരിശോധനയുടെ ഭാഗമായുള്ള പോലീസുകാരും അതുപോലെ തന്നെ വളണ്ടിയേഴ്സും മറ്റ് രക്ഷാദൗത്യ ടീമുകളും വിവിധ സംഘടനയിലുള്ള ആളുകളൊക്കെയും തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ദുരന്തബാധിത പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ളൊരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പോലീസ് നിരീക്ഷണവും ഈ മേഖലയിലൊക്കെയും തന്നെ വ്യാപകമായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലൊക്കെയും തന്നെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്ത് പോലീസിൻ്റെ രാത്രികാല പെട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പോലീസിൻ്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ ആരും തന്നെ ഈ മേഖലകളിലേക്ക് പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പുറമെ കൃത്യമായ രജിസ്ട്രേഷനോട് കൂടി രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സേവകരെ മാത്രമേ ഈ മേഖലയിലൊക്കെയും തന്നെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ആളുകളുടെ ഒരു തള്ളിക്കയറ്റം കാരണം വലിയ രീതിയിലുള്ള പരാതികളും മാത്രമല്ല, ഇതിന് പുറമെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ രക്ഷാദൗത്യ മേഖലയിൽ ഏർപ്പെടുന്നവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം. ഈ വഴിനീളെ ഇവർക്കൊക്കെയും തന്നെ ഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മന്ത്രി തന്നെ ഈ കാര്യം ഇന്നലെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ച സജ്ജീകരിച്ച ഭക്ഷണശാലകളിൽ നിന്ന് മാത്രമേ ഇവർക്ക് ഭക്ഷണം നൽകാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില ഭക്ഷണശാലകളോടൊക്കെയും തന്നെ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഈ ഭക്ഷണം നൽകുന്നവരൊക്കെയും തന്നെ ആത്മാർത്ഥതയോടുകൂടി നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥതയോ അവരുടെ സന്നദ്ധ സേവനത്തെയോ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഭക്ഷണം നൽകുമ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം കാരണം മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കണക്കാക്കിയാണ് മറ്റ് രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ച പ്രത്യേകം സജ്ജീകരിച്ച ക്വാളിറ്റിയുള്ള ഭക്ഷണം നൽകുന്നത് എന്ന് അത് മന്ത്രി പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ നൽകുന്നവരുടെ ആത്മാർത്ഥതയോ മറ്റും ചോദ്യം ചെയ്യുന്നില്ല, അതൊന്നും തന്നെ ഇതിൽ ബാധകമല്ല. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് ദൂഷ്യഫലമായേക്കാം എന്ന ഭയം കൊണ്ടാണ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ച പ്രത്യേക ഭക്ഷണം തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇന്ന് നടത്തുന്ന ഒരു പരിശോധന എന്ന് പറയുന്നത് ഡ്രോൺ സർവേയാണ്. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ, അതായത് ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അതിന് വേണ്ട സജ്ജീകരണങ്ങളും സംവിധാനങ്ങളൊക്കെയും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുമുണ്ട്. മനു, തീർച്ചയായും ഞാൻ റമീസിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ വരാം. ഇപ്പോൾ ആ മേഖലയിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തെരച്ചിൽ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ രക്ഷാപ്രവർത്തകരുടെ രജിസ്ട്രേഷൻ, അതായത് ആരൊക്കെ വരുന്നു, അവരുടെ കൃത്യമായ വിവരങ്ങളടക്കം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അവരെ തെരച്ചിൽ ഭൂമിയിലേക്ക് കയറ്റിവിടുക. കാരണം അത് അവരുടെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരൊക്കെ പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ആ രീതിയിൽ കാര്യങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ വിവിധ സംഘങ്ങൾ, അതായത്
സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഫയർഫോഴ്സിൻ്റെയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിയ സംഘങ്ങളുടെയും ഒക്കെ വലിയ സഹായം നമുക്ക് ആ തെരച്ചിലിന് വേണ്ടിയിട്ടുണ്ട്. ഒപ്പം ആധുനികമായ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായവും ഈ തെരച്ചിലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.